രാജ്യതലസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. 70-അംഗ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഡൽഹി എത്തുമ്പോൾ എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട്, അതുപോലെ തന്നെ ആശങ്കകളുണ്ട്. എന്താകും രാജ്യത്തിൻ്റെ ഭാവി എന്നുള്ളത് കൂടിയാണ് രാജ്യതലസ്ഥാനത്തിൻ്റെ വിലയിരുത്തൽ കൂടി വരുന്നത്. 70-അംഗ നിയമസഭാ സീറ്റിൽ മൂന്നാമത്തെ തവണ AAP വീണ്ടും വരുമോ, അതുപോലെ തന്നെ BJP എന്ത് റോളെടുക്കും, നിലവിൽ സംപൂജ്യരായിട്ടുള്ള കോൺഗ്രസ്സിന് എന്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മളൊരു ഉത്തരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണല്ലേ. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ? ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അടുത്ത മാസം 5-നാണ് വോട്ടെടുപ്പ്. നമുക്കറിയാം, ഡൽഹി 5-ന് വോട്ടെടുപ്പ് എന്ന് പ്രഖ്യാപിക്കുമ്പം തന്നെ ഡൽഹിയിലെ രാഷ്ട്രീയ കക്ഷികൾ, പ്രധാനപ്പെട്ട ഭരണത്തിലിരിക്കുന്ന AAP ആണെങ്കിലും, അതുപോലെ തന്നെ BJP ആണെങ്കിലും, കോൺഗ്രസും ഒക്കെ സ്ഥാനാർത്ഥികൾ പോലും പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ തന്നെ അവിടെ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് റാലി വരെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ BJP സംഘടിപ്പിച്ചു. അത്രമാത്രം രാഷ്ട്രീയ കക്ഷികൾ ആ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു പേരിലൊരു പ്രഖ്യാപനമാണ്. കാരണം ഡൽഹി ജനങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക്, അറിയാം, കെജ്രിവാളിൻ്റെ ജാമ്യം മുതൽ, ശരിക്കും അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ രാജി മുതൽ AAP അവിടെ തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി. ഒരു റീസെന്റ് ഒരു സ്റ്റേറ്റിലും ഇത്തരത്തിൽ പ്രചാരണം നേരത്തെ ഉണ്ടായിട്ടില്ല. അതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം സമീപത്തുനിന്നല്ല, ഡൽഹി ഇന്ത്യയിലെ ഒരു ഇലക്ഷൻ ചരിത്രത്തിലൊന്നും ഇതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുക എന്നുള്ളത്. അതിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് AAPയും BJPയും തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരം. അതിൽ തന്നെയുള്ള കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ AAP ഇപ്പോൾ അവിടെ നിൽക്കുന്ന 70-ൽ 62 അല്ലേ, 62 സീറ്റിലാണ് ഈ ലാസ്റ്റ് 2020 അധികാരത്തിൽ വന്നത്. അതിന് മുമ്പാണെങ്കിൽ 67-ലാണ്, അല്ലെ 67 സീറ്റ്. അങ്ങനെ ഭയങ്കര ഭൂരിപക്ഷത്തിൽ, മൃഗീയ ഭൂരിപക്ഷത്തിൽ AAP, പ്രതിപക്ഷമില്ലാതെ AAP ഉണ്ട്. കോൺഗ്രസിന്റെ അവസ്ഥ ഇത്തവണ പ്രതിപക്ഷം ഉണ്ട്. 2015 പ്രതിപക്ഷമില്ല. അത്തരം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് BJPയും അതുപോലെ തന്നെ AAPയും തമ്മിലുണ്ടാകുന്ന, അവിടെ ഉണ്ടാകുന്ന ക്ലാഷുകൾ, ഇതൊക്കെ കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ നിലപാടുകൾ അവിടെ വളരെ ശ്രദ്ധേയമായിട്ടാണ്. ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക അല്ല, നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വികാരമല്ല ദേശീയ തലത്തിൽ ഉള്ളത്. ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു മാസം ഇല്ല, തെരഞ്ഞെടുപ്പിന് ഒരു മാസം ഇല്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധയും വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ വളരെ കൗതുകവും, അതേപോലെ തന്നെ AAPൻ്റെ അവിടെ AAP, കാരണം അവിടുത്തെ മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് അദ്ദേഹം 5 മാസം ജയിലിൽ കടന്നു. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് BJPൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് എന്ന് AAPൻ്റെ പ്രചരണം പ്രധാനം അതിലൂന്നിയാണ് ശക്തമാകുമോ, അതായത് AAP കഴിഞ്ഞ തവണത്തെ 2 തവണത്തേക്കാളും കൂടുതൽ ശക്തമാകുമോ AAP എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അത് ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് BJP അവിടെ നിൽക്കുന്നത്. പക്ഷെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നുമില്ല. BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. പക്ഷേ AAPക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോൾ മോദി നേരിട്ട് BJPനെ നയിക്കുന്നു. അങ്ങനെ വളരെ ഇതായിട്ട് പ്രധാനമായിട്ടും ഈ രാജ്യം ഉറ്റുനോക്കുന്നത് AAPൻ്റെ ഒരു അവിടെ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒന്നാൾക്ക്. മറ്റ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. കോൺഗ്രസിന് ഇപ്പോഴത്തെ അട്ടിമറി സാധ്യത, എത്ര സീറ്റുകൾ അത് മാത്രമേ അവിടെ അത് നിലവിലുള്ള ഇതിൽ വെച്ച് എനിക്ക് തോന്നുന്നത്. ഈ അറസ്റ്റും അതുപോലെ ഡൽഹി രാഷ്ട്രീയവും ഒക്കെ AAPക്ക് തന്നെയാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത്. കാരണം അവിടുത്തെ ഒരു മുഖ്യമന്ത്രിൻ്റെ അറസ്റ്റ്, ഇപ്പോൾ AAP പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരു പ്രധാന നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും. കെജ്രിവാൾ മാത്രമല്ല, ഏകദേശം AAPൻ്റെ 3 നേതാക്കൾക്കാണ് സമാനമായ അഴിമതി ആരോപണത്തിൽ നേരിടേണ്ടി വന്നത്. അപ്പോൾ അത് AAPൻ്റെ രാഷ്ട്രീയപരമായിട്ടാണ് അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നൊക്കെ പറഞ്ഞു വന്ന ഒരു
പാർട്ടിക്ക് അതെന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുമോ എന്നുള്ളത് അങ്ങനെയാണോ, അല്ലെങ്കിൽ AAP അവകാശപ്പെടുന്നത് പോലെ ഇത് ഞങ്ങളുടെ ജനപിന്തുണ ഏറാനാണ് ഇടയാക്കിയെന്നാണ് AAP പറയുന്നത്. അതൊക്കെ പരീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. AAP ഉണ്ടായത് തന്നെ അഴിമതിക്കെതിരെ, ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ ആ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അവർ ഒറ്റയടിക്ക് ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷനിലേക്ക് അവരുടെ ഒരു വരവ്, അവരുടെ എൻട്രി 2012 ഒക്ടോബറിലാണെന്ന് തോന്നുന്നു അവര് പാർട്ടി രൂപീകരിക്കുന്നത്. 2013 അവർ ആദ്യമായിട്ട് ഇലക്ഷൻ നേരിടുന്നു. ആ ഇലക്ഷനിൽ അവർ അന്ന് 70 28 സീറ്റിന്റെ കുറവേ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി BJP ആയിരുന്നെങ്കിലും ശരി, അങ്ങനെ കോൺഗ്രസിന്റെ പിന്തുണയോട് അവർ ആദ്യമായിട്ട് ഭരിച്ചു. അതായത് ഇന്ത്യയിൽ അങ്ങനെ മറ്റൊരു പാർട്ടിക്ക് അവകാശപ്പെടാനില്ലാത്തൊരു ചരിത്രമാണ് കാരണം പാർട്ടി രൂപീകരിച്ച് ഒരു വർഷം തികയും മുമ്പ് ഒരു സംസ്ഥാനം ഭരിക്കുന്നു. അതോടുകൂടി ഒരു തേർഡ് അലയൻസ് കോൺഗ്രസും BJP അല്ലാത്തൊരു മൂന്നാം കക്ഷിയുടെ ഫേസ് ആയിട്ട് ഇയാൾ പെട്ടെന്ന് മാറി. ദേശീയ പാർട്ടിയുടെ നിലക്കാണ് വരുന്നത്. ദേശീയ തലത്തിലാണ്. പിന്നെ ഡൽഹി ഒരിക്കലും അവർ വിട്ടുകൊടുത്തിട്ടില്ല. AAP പിന്നെ മാത്രമല്ല ഡൽഹി ജനത AAP കൈയൊഴിഞ്ഞതുമില്ല. പിന്നെ മറ്റേ പഞ്ചാബിലേക്ക് അങ്ങോട്ട് നിലവിൽ അവസ്ഥയിൽ 70 സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP ആണെങ്കിൽ പകുതിയോളം സ്ഥാനാർത്ഥി, കോൺഗ്രസ് 50ഓളം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ മൊത്തം തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി തന്നെ വ്യത്യാസമല്ല, അവിടുത്തെ ഒരു പ്രചാരണത്തിന്റെ രീതി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ വികസനത്തിലൂന്നിയുള്ള ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. BJP മാക്സിമം ഈ കമ്മ്യൂണൽ അജണ്ടകൾ ഒരിക്കലും AAP അതിന് കുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഒരു കമ്മ്യൂണൽ ക്യാമ്പയിൻ വളരെ കുറവാണ് ഡൽഹിയിൽ. പിന്നെ മാത്രമല്ല AAPയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് AAPക്ക് പ്രധാനമായിട്ടുള്ള അജണ്ട അഴിമതി വിരുദ്ധ അജണ്ട മാത്രമാണ്. കോൺഗ്രസിനെ അല്ലെങ്കിൽ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ സംബന്ധിച്ച് അവർക്ക് ഈ ജാതി, മതങ്ങള്, റിസർവേഷൻ, സാമൂഹിക പിന്നെ സോഷ്യൽ എംപവർമെന്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാ പാർട്ടികളും കൃത്യമായ ഒരു നിലപാട്, അജണ്ട. ഇപ്പോൾ കശ്മീർ ആയാലും ശരി, അങ്ങനത്തെ വിഷയങ്ങളിൽ എല്ലാവർക്കും ഒരു അജണ്ട ഉണ്ടാവും. പക്ഷെ AAPക്ക് അങ്ങനത്തെ ഒരു അജണ്ട ഉണ്ടായേക്കാം, പക്ഷെ അവർ ഇതാണ് ഞങ്ങളുടെ അജണ്ട എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ കോൺഗ്രസ് ആണ് അതിനെ, ഇപ്പോൾ അവിടുത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് AAP കൂട്ടുകെട്ടായിരുന്നല്ലോ അവിടെ. ആ സമയത്ത് പക്ഷേ കോൺഗ്രസ്സിൽ അവിടെ വ്യാപകമായിട്ട് രാജിയും ഒക്കെ ഉണ്ടായി. കാരണം അതിൻ്റെ കാരണം അവിടുത്തെ കോൺഗ്രസ്, അതായത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പറയുന്നത് ഈ അഴിമതിയുടെ ഭാഗമായി AAP അത്തരം ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമ്മളുടെ പ്രതിച്ഛായന മോശമാകുന്നതാണ് അവിടെ കോൺഗ്രസിൻ്റെ ഒരു വാദം. അവിടെ ഇപ്പോഴും അവർ ആ വാദത്തിൽ വെച്ച് നിൽക്കുകയാണ്. അവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ദേശീയ നേതൃത്വത്തോടുള്ള എതിർപ്പ് പറയുന്നത് ഈ AAP എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ ഉണ്ടാവുന്ന സംഘടനയാണെങ്കിൽ പോലും, ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും അവർക്ക് അങ്ങനെയല്ല. അവരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അഴിമതി കേസിലാണ് ജയിലിലായത്. അതുപോലെ തന്നെ മറ്റു മന്ത്രി അവർക്ക് അഴിമതി കേസിലാണ് മന്ത്രിയായി. അപ്പൊ ഇതിനോട് എങ്ങനെ നമ്മൾ യോജിച്ചു പോകുന്നതാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പക്ഷെ ദേശീയ നേതൃത്വം ഇതില്, കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്ന നിലയിൽ ഒരിക്കലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പോഴും എന്നിട്ടും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും കൗതുകമുണ്ടല്ലേ. കാരണം കോൺഗ്രസ് അവരുടെ പ്രധാന സ്ഥാനാർത്ഥികളെന്ന് കാണുന്നത് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റേ ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് അല്ലേ, സന്ദീപ് ദീക്ഷിത്, പിന്നെ ഒരു അൽക്കാലംബ, ഇവരൊക്കെയാണ് പ്രധാന ഫിഗർ അവിടെ. അവര് മത്സരിക്കുന്നത് ആരോടാ? അവര് മത്സരിക്കുന്നത് ഒരാൾ മത്സരിക്കുന്നത് കെജ്രിവാളിനെതിരെ, ഒരാൾ മത്സരിക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ. അപ്പൊ ഇതാർക്കാണ് ഗുണം ചെയ്യുക? അപ്പൊ ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയവും ഇതിലൊക്കെ കൂടിയിട്ട് ഒരു എന്താ പറയുക, കോൺഗ്രസ് നിലപാട് ഇതൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എന്നാൽ അവിടെ കോൺഗ്രസ് വേറൊരു സ്ഥലത്തേക്ക് മത്സരിക്കാൻ മാറുന്നില്ല. ഇവർ തമ്മിൽ AAPന്റെ പ്രധാന നേതാക്കളെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെ ഏറ്റുമുട്ടുന്നു. അങ്ങനെ BJP വിരുദ്ധ വോട്ട് സ്പ്ലിറ്റ് ആവുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അതെ. പിന്നെ ഒന്നാമത് ഇപ്പോൾ BSP 70 സീറ്റിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. CPM പിന്നെ ആകെ 2 സീറ്റിലെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, എല്ലാ തവണയും മത്സരിക്കുന്ന പോലെ. പിന്നെ മറ്റൊന്ന് മജ്ലിസ് ഉവൈസിയുടെ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിം അവർ 10-12 സീറ്റിലെങ്ങാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവര് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ആ ഭാഗത്തുള്ള ഒരു മുസ്ലിം ഏരിയയിലാണ് അവര് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അവിടെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നേരത്തെ AAPയുടെ കൗൺസിലർ ആയിരുന്ന ഡൽഹി കലാപ കേസിലൊക്കെ അറസ്റ്റിലായ ഇമ്രാൻ താഹിർ, അയാൾ ഈ അടുത്ത മജ്ലിസിലേക്ക് ചേർന്നു. അങ്ങനെ ഈ ഇമ്രാൻ താഹിറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ പ്രചാരണം. പിന്നെ പുള്ളിയാണ് അവിടെ ഒരു മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നത് മജ്ലിസിന്റെ.
പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി എത്രമാത്രം മജ്ലിസിനെ പിന്തുണക്കും എന്നുള്ളതൊരു നോക്കി കാണേണ്ടി വരും. കാരണം നേരത്തെ ഈ AP വരുന്നവരെ ഈ മുസ്ലിം വോട്ട് ഏറെക്കുറെ കോൺഗ്രസിന്റെ കോൺഗ്രസ് AP ഒന്നോടുകൂടി മുസ്ലിം വോട്ട് ഏറെക്കുറെ പൂർണ്ണമായി എന്ന് പറയാൻ കഴിയും ഏറെക്കുറെ AP പോക്കറ്റിലേക്കാണ് പോയത്. കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ ഏറെക്കുറെ അവിടെയൊക്കെ ഈ മുസ്ലിം പറ്റിയില്ല എല്ലാ സ്ഥലത്തും AP സ്ഥാനാർത്ഥികളാണ് ജയിച്ചു പോകുന്നത് കണ്ടത്. നിലവിൽ സംഘപരിവാർ നടത്തുന്ന അല്ലെങ്കിൽ BJP ഒക്കെ നടത്തുന്ന ഒരു പ്രചാരമുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ 2 പാർട്ടികൾ ഒരു ഇത് വരുമ്പോൾ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ള ഒരു ദേശീയ ക്യാപിറ്റലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരോപണം അവർ കേരളത്തിൽ ഉന്നയിക്കുന്നത്. പക്ഷേ കേരളത്തിനെക്കാട്ടിയൊക്കെ കൂടുതൽ ശ്രദ്ധ കിട്ടും ഡൽഹി ആകുമ്പോൾ. അതിൻ്റെ ഒരു വിഷയമുണ്ട്. ഡൽഹിയിൽ പറഞ്ഞാൽ എല്ലാ നേതാക്കളും അവൈലബിൾ ആണ്. ജോഷേട്ടൻ തുടങ്ങിയ ക്യാമ്പയിൻ സജീവമായി എന്ന് പറഞ്ഞു. കാരണം ക്യാമ്പയിൻ എല്ലാ നേതാക്കളോടും അവൈലബിൾ ആണ്. പിന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഉണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇതുവരെ അവർ ഇറക്കിയിട്ടില്ല. ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പിന്നെ ഡൽഹിയുടെ ആ ഒരു നമ്മളെ മലപ്പുറം ജില്ലയുടെ വലുപ്പം പോലും ഇല്ലാത്ത ഏരിയയാണ് ഡൽഹി. പക്ഷെ ആ ഡൽഹി കഴിഞ്ഞാൽ ഈ കെജ്രിവാളും രാഹുൽ ഗാന്ധിക്കും ഒരു സീറ്റിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ കെജ്രിവാളിനെതിരെ തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാവും. കോൺഗ്രസ് നേടുന്ന വലിയ ഒരു പ്രതിസന്ധി അത് തന്നെയാണ്. പക്ഷേ മോഡിക്കും അമിത്ഷാക്കും ആ ഒരു പ്രശ്നമില്ല. അവരെപ്പോഴും ഡൽഹിയിലുണ്ട്. അവർ ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നു. പിന്നെ ഇതൊരു BJPക്ക് ഒരു പ്രചാരണത്തിന് പ്രധാന ആയുധം ഇത് തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിൽ ആ ഒരു ഡൽഹി തന്നെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ അതിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഇങ്ങനെ ഇല്ല. ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ അവിടെ മത്സരം നേരിട്ട് വരുള്ളൂ. പക്ഷെ ഡൽഹി രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിട്ട് AP ആയിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു ഇതിലേക്ക് തന്നെ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. ത്രികോണ മത്സരം കോൺഗ്രസിന് അത്ര സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല അടുത്ത വിഷയം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 4% അത്ര ഇങ്ങനെ വളരെ കുറച്ച് വോട്ടേ 15 അത്ര വോട്ടേ കിട്ടുന്നുള്ളൂ. ബാക്കി വോട്ടുകളൊക്കെ ലോക്സഭാ ഇലക്ഷനിലും 4%, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4% കണ്ട വോട്ടായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടി പറയുമ്പോൾ ഡൽഹിയുടെ 7 ലോക്സഭാ മണ്ഡലങ്ങളാണ് എല്ലാം BJPയുടെ കയ്യിലാണ്. 2015 ഇലക്ഷനിൽ AP ജയിച്ചു. മൃഗീയ ഭൂരിപക്ഷം 67 സീറ്റ് പോലും ഇല്ലാണ്ട് അന്ന് 58% സീറ്റ് കിട്ടി. അത് കഴിഞ്ഞ് കൃത്യം 4 വർഷം കഴിഞ്ഞ് 2019 നടന്ന ലോക്സഭാ ഇലക്ഷൻ അത് പിന്നെ BJP 7 സീറ്റിലും BJP. പക്ഷെ അപ്പോഴും ഒരു 34-38% സീറ്റ് അല്ല AP കിട്ടിയിരുന്നു അവർ ഇല്ലെങ്കിലും. കാരണം അവർ പിന്നെ ഇതിലുണ്ട് റിസൾട്ടിലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ ഇലക്ഷൻ 20 അതുപോലെ കുറച്ച് സീറ്റ് കുറഞ്ഞെങ്കിൽ 54% വോട്ടങ്ങാനും AP കിട്ടിയിട്ടുണ്ട്. അതുപോലെ AP തിരിച്ചു വന്നു. പിന്നെ ഇപ്പൊ നടന്ന കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ അതുപോലെ BJPക്ക് പക്ഷെ ഇക്കുറി അങ്ങനെ 38% സീറ്റ് അല്ല വോട്ട് 38 അതിന് കൂടുതൽ വോട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചെറിയ വേരിയേഷനേ ഉള്ളൂ. പക്ഷെ അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കൊണ്ടോ ആയിരിക്കാം. എന്നാലും വോട്ട് കൂടി. ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷൻ വരുന്നു. അപ്പൊ ഈ ആളുകളുടെ ഒരു ശരിക്കും നമ്മൾ പൊളിറ്റിക്സ് ഒക്കെ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും ആളുകൾക്ക് ആ ഒരു പൊളിറ്റിക്കലി ആയിട്ടുള്ള ചിന്തയല്ലേ നടക്കുന്നത്. കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ് സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരിക്കലും BJPയുടെ കാരണം കർണാടകയിൽ BJP ഭയങ്കര മൃഗീയമായ കമ്മ്യൂണൽ ക്യാമ്പയിൻ നടത്തി. അതിന്റെ പേരിൽ മോഡിക്കെതിരെ പരാതി പോയി, അമിത്ഷാക്കെതിരെ പരാതി പോയി, ഒരുപാട് അങ്ങനത്തെ. പക്ഷേ കോൺഗ്രസ് അതിന് തല വെക്കാണ്ട് കൃത്യമായ ഒരു വികസനത്തിൽ കുന്നില്ല ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ പിന്നാലെ കോൺഗ്രസ് പോയി. സെയിം AP എല്ലാ ഏരിയയിലും എല്ലാ സ്റ്റേറ്റിലും അവരുടെ പഞ്ചാബിലായാലും അവിടെ ഗോവയിലായാലും ഇപ്പോൾ ഈവൻ ഗുജറാത്തിൽ പോലും AP സ്വാധീനമുള്ളൊരു സ്റ്റേറ്റ് ആണല്ലോ. അവിടെ പോലും അവരുടെ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ ഒരു വികസനത്തിൽ ഊന്നിയുള്ളൊരു ക്യാമ്പയിനാണ്. ഒരു നിലക്കും അവർ ഈ ഒരു കമ്മ്യൂണൽ അജണ്ടക്ക് തലവെച്ച് കൊടുക്കൂല. പക്ഷേ മാത്രമല്ല ആളുകൾ പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ APയുടെ വികസനങ്ങൾ അവർ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. വെള്ളം ഫ്രീ, വൈദ്യുതി ഫ്രീ, ബസ്സിൽ സ്ത്രീകൾക്ക് സീറ്റില്ല, അവിടുത്തെ മൊഹല്ല ക്ലിനിക്കുകളൊക്കെ, അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ വളരെ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്കൂളുകൾ, ഇതൊക്കെ ആളുകൾ കാണുകയാണ്. അതെ, BJPയും ഈ ഇലക്ഷൻ അവിടെ തന്ത്രം അത് തന്നെയാണ്. വികസനം എന്നൊരു സാധനം തന്നെ BJP പറഞ്ഞു. ഇപ്പൊ പ്രധാനമന്ത്രി നേരത്തെ 12,200 കോടിയുടെ ഒരു പദ്ധതിയൊക്കെ ഇപ്പൊ പ്രഖ്യാപിച്ചു അവിടെ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാം, മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ ഡൽഹി നമ്മുടെ രാജ്യ തലസ്ഥാനം എന്ന രീതിയിൽ
ഒരു ദേശീയ രാഷ്ട്രീയം ഉടച്ചിട്ട് സ്വാധീനിക്കുന്നുണ്ട് പ്രധാനമായിട്ട്. കാരണം ജനങ്ങളിപ്പോൾ രണ്ട് രീതിയിൽ, ഇപ്പോൾ അവിടുത്തെ ഒരു ജനങ്ങൾ അവരെ നമ്മളിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലോ ഒക്കെ നമ്മളെ ബാധിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനങ്ങൾ മുഖ്യമായിട്ട് നമ്മളെ ബാധിക്കുന്നത്. കാരണം അവരുടെ പോലീസ് സംവിധാനങ്ങൾ അതൊക്കെ കൈവശം വയ്ക്കുന്നത് ഇവിടെ സംസ്ഥാനത്ത്. അവിടെ പട്ടാളമൊന്നും വന്നിട്ട് നമുക്ക് ഇതില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങളെ ഇത് രണ്ടും ബാധിക്കുന്നുണ്ട് ഒരേപോലെ, സെയിമായിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പുതിയ ഓർഡിനൻസ് ആ ഒരു കേന്ദ്ര ബില്ലിനകത്ത് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ മാറ്റേണ്ട അത് ആ സർക്കാർ എന്ന് മാറിയിട്ട് കേന്ദ്രത്തിന്റെ അതിലേക്ക് പോകുന്ന ഒരു സ്ഥാനത്തിലേക്ക് വന്നു. അപ്പൊ ഇത് ജനങ്ങൾക്ക് മുമ്പിൽ ഇതുണ്ട്. അപ്പോൾ അവിടെ ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഒപ്പം നിൽക്കുക, അതേസമയം വികസന സംഭവത്തിൽ പുതിയൊരു ഇത് മുമ്പോട്ട് ഇവർക്കൊപ്പം നിൽക്കുക. അപ്പൊ ഈ രണ്ടും അവിടുത്തെ ജനങ്ങൾ മാറി മാറി അവർ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ കോൺഗ്രസ് ഇപ്പം തുടർച്ചയായി 15 വർഷം ഭരിച്ചതല്ലേ, തുടർച്ചയായിട്ട്. അപ്പൊ അത്രയും അങ്ങനെ നോക്കുമ്പോൾ അവർ അതിനൊപ്പം നിന്നു. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അതിനിടയ്ക്ക് അവർക്ക് മറ്റൊരു ഓപ്ഷൻ വന്നപ്പം അത് ഇതിനെക്കാട്ടി അതിനെ വളരെ പെട്ടെന്ന് സ്വീകരിച്ചു. പിന്നെ അതിനെ വളരെ പെട്ടെന്ന് സ്വീകരിച്ചു. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-നെ അത് ആൾക്കാർ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഡൽഹിൻ്റെ രണ്ടും ഇടയിൽപ്പെട്ട ഒരു വോട്ടർമാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മനോഭാവമായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് അതിനകത്ത് അതെ. ഡൽഹിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാർ ആളുകൾ വളരെ കുറവാണ്. ഡൽഹിക്കാരും പറഞ്ഞാൽ പഴയ ആ മുഗള വംശരുടെ ആ ഒരു ഈ ഡൽഹിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഈ കേരളത്തിൽ ഒക്കെ പോയി അവിടെ സെറ്റിലായ ആളുകളാണ് ജോലിയുടെ. അതിനകത്ത് വേറൊരു കാര്യം തോന്നിയൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്നലെ വോട്ടർ പട്ടിക ലാസ്റ്റ് പ്രസിദ്ധീകരിച്ചല്ലോ. അപ്പോൾ ഇനി കൃത്യം ഓർക്കുന്നില്ല, എന്നാൽ ഏകദേശം 1.5 കോടിക്കടുത്ത് വോട്ടർമാരാ ഉള്ളത്. പൊതുവെ നോക്കിയാൽ നമ്മൾ കേരളത്തിലൊക്കെ 2.5 അടുത്തെത്തുമ്പോൾ 1.5 കോടി അത്രയും വോട്ടർമാരല്ലേ. അതിൽ കൂടുതൽ പുരുഷന്മാരാണ്. അതൊരു വേറെ ഒരു സ്ഥലത്തും അങ്ങനെ കാണില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ഇവിടുന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ പോയവർ ചിലപ്പോൾ ഒരുപക്ഷെ ജോലിക്ക് പോയ പുരുഷന്മാർ മാത്രം അവിടെ താമസാക്കി വോട്ടാക്കിയിട്ടുണ്ടാവും. അവരുടെ ഫാമിലിയൊക്കെ ഇവിടെയോ അല്ലെങ്കിൽ മറ്റേത്. അപ്പോൾ അങ്ങനെ പുരുഷന്മാരുടെ വോട്ട് കൂടുതലുണ്ടായിരുന്ന ഒരു അത് വലിയ വ്യത്യാസം ഉണ്ടായി. ഞാൻ കൃത്യ നമ്പർ ഓർമ്മയില്ല, എന്നാലും ഏകദേശം ഒരു 70 അങ്ങനെ ലക്ഷത്തിൽ ആണ് ആ വോട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ അതാണ് ആ ഒരു നമ്മളിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഏകദേശം ഈ ഒരു മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ കൂടുതലുണ്ട്. കാരണം നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ജോലി പോയിട്ട് അവിടെ താമസിക്കുക. അപ്പം അങ്ങനെ ഇതൊന്നും അവിടെ തിരുവനന്തപുരംകാരുടെ അവരുടെ അല്ല അധികം അവിടുത്തെ വോട്ടർമാർ എന്ന് പറഞ്ഞ പോലെ ഡൽഹിയിലും വലിയ വിഭാഗം മലയാളികൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരൊക്കെയാണ്. അതിലധികം ചിലപ്പോൾ അവരുടെ കുടുംബമൊക്കെ ഇവിടെ ആയിരിക്കും. അങ്ങനെയൊക്കെ വ്യത്യസ്തമായ അപ്പം ഇതെല്ലാം എനിക്ക് തോന്നുന്നത് AIP-ന്റെ ഒക്കെ ഈ മൃഗീയ ഇത്ര ഭൂരിപക്ഷത്തിലേക്ക് എത്തിയതും ഇത്തരം ഒരാൾക്കാരുടെ ഒരു ജനാധിപത്യ പ്രക്രിയ ഇടപെടൽ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഏതൊരു സർക്കാരിനും തലവേദന ലോ ആൻഡ് ഓർഡർ ആണ്. അത് കേരളത്തിൽ പിണറായി വിജയൻ ഏറ്റവും വിമർശനം നേരിടുന്ന ലോ ആൻഡ് ഓർഡർ വിഷയമാണ്. പക്ഷെ AIP-ക്ക് ആ ഒരു പോലീസ് വകുപ്പ് ഇല്ലാത്തത് കൊണ്ട് പകുതി തലവേദന കുറഞ്ഞു. വിമർശനം അത്രയും കൂടിയാണ്. കാരണം ലോ ആൻഡ് ഓർഡർ അവർക്ക് കൈകാര്യം ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ കുറെ പക്ഷെ അത് പ്രശ്നം പിന്നെ അതൊരു പോസിറ്റീവാണ്. അതിന്റെ പേരിൽ അവർക്ക് അത്രയും വിമർശനം കേട്ടില്ല. പിന്നെ രണ്ടാമത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ സർക്കാർ സംവിധാണ്. അപ്പൊ അതില് ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ ഇഷ്ടം ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാനൊക്കെ കഴിയും. നമ്മള് കേരളം പോലെയോ അല്ലെങ്കിൽ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്താൽ മതി. അത് തന്നെയാണ് AIP-ന്റെ ഒക്കെ രാഷ്ട്രീയ ആ വഴിക്ക് തന്നെ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു പാർട്ടി ഇങ്ങനെ അധികാരത്തിൽ വന്നിട്ട് വീണ്ടും ഇപ്പം അടുത്ത ഹാട്രിക്കിലേക്ക് ഉള്ള ശ്രമമാണ് AIP നടത്തുന്നത്. നമുക്കത് എത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിനല്ലേ മത്സരിക്കുന്നത്. അപ്പം അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇതാണ്. പിന്നെ കോൺഗ്രസ് ആണ്. പിന്നെ അവിടെ നേരത്തെ BJP 25ാം കാൽനൂറ്റാണ്ടായില്ലേ BJP അധികാരത്തിൽ നിന്ന് പോയിട്ട് അങ്ങനെ അത്രയും 98-ലോ അങ്ങനെ തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അപ്പോൾ അതുകൊണ്ട് വളരെ എന്താ പറയുക ഒരു ഹാട്രിക്കിലേക്ക് AIP നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ അത് ആ രീതിക്കാണ് അവർ ഇതുപോലെ പ്രചരണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം 70 സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുക, അവരൊക്കെ പ്രചാരണത്തിലേറെ മുന്നോട്ട് പോവുക. കോൺഗ്രസ് ആണെങ്കിൽ 48-ലോ അത്രയും കണ്ട് 48-ലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJP 29 ആ ഒരു നമ്പറിലായിട്ട്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തിലാണ് AIP പോകുന്നത്. അപ്പോൾ അത് AIP-ക്ക് തന്നെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഡൽഹിയിലുള്ളതെന്നാണ് തോന്നുന്നത്. ഇനി വലിയ അട്ടിമറികളൊന്നും അതിനിടയ്ക്ക് നടത്തിയാൽ മാത്രമേ ഇതാവുള്ളൂ. കോൺഗ്രസിൻ്റെ സീറ്റ് ഒരു പക്ഷേ, കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഈ പുതിയ ലോക്സഭയിൽ വളരെ ഒരു ശക്തമായൊരു പാർട്ടിയായി വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ പഴയതുപോലെയല്ല. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയൊക്കെ പ്രചരണത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഈ വർഷത്തെ 2025 ആദ്യത്തെ തെരഞ്ഞെടുപ്പും കൂടിയാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആം ആദ്മി ആട്രിക്ക് തികക്കുമോ, കോൺഗ്രസ് 0 എന്ന് മെച്ചപ്പെടുത്തുമോ, അതുപോലെ BJP സീറ്റ് നില വർദ്ധിപ്പിക്കുമോ എന്നുള്ളതൊക്കെ അറിയാൻ ഇനി ഫെബ്രുവരി 5 വരെ അല്ലേ, 8-നാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. 5-ന് വോട്ട് എടുപ്പ് നടക്കും. അപ്പോൾ ആ ദിവസം വരെ നമുക്ക് കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത്. Waytonikah.com, the exclusive Muslim matrimonial site.